ഹലോ കൂട്ടുകാരെ, വീണ്ടും ഇന്നൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് നമ്മൾ എന്തൊക്കെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ. ഇന്ന് നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കറി വെക്കാമെന്ന് കരുതി ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. ആ സമയത്ത് നമുക്ക് ചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുക്കറിലല്ല ചിക്കൻ കറി വയ്ക്കുന്നത്, ഒരു പാത്രത്തിലാണ് വെക്കുന്നത്. ചെറിയൊരു ഉരുളി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരട്ടെ. കടുകിട്ടിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക്. ഇത്തിരി താമസിച്ച് കേട്ടോ കടുകിടാൻ, എണ്ണ ചൂടായില്ല. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നീളത്തിലാണ് അരിഞ്ഞത്. ചോപ്പ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, നീളത്തിൽ അരിയണമെങ്കിൽ അങ്ങനെ, നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞത്. സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. 2-3 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനൊക്കെ വേണ്ട കുറച്ച് തേങ്ങ കൊത്തിട്ട് എടുക്കാൻ മറന്നുപോയി കേട്ടോ. എണ്ണ സാധാരണ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇന്ന് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചത് ഇടാൻ മറന്നുപോയി. എന്നാൽ പിന്നെ ഇപ്പോഴായിക്കോട്ടെ എന്ന് കരുതി സവാളയുടെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി. നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാലയൊന്നും നമ്മൾ ചേർക്കാറില്ല. സാധാരണ നമ്മൾ വീട്ടിലാണ് മുളകും മല്ലി എല്ലാം കഴുകി ഉണക്കി നമ്മൾ തന്നെ പൊടിപ്പിച്ചെടുക്കുന്നതാണ്. പിരിയമുളകിൻ്റെ പൊടിയാണ്, അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയപ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ ഒരു വിസിൽ കേൾപ്പിച്ച് വെച്ചതാണ്. ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കുക്കറിൽ ഒരു വിസിൽ കേൾപ്പിച്ച് വെച്ചതാണ്. അതുകൂടെ അതിലേക്ക് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. വേവേണ്ട കാര്യമൊന്നുമില്ല, ഒരു വിസിൽ കേട്ടപ്പോൾ തന്നെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഗ്രേവിയൊക്കെ അങ്ങോട്ട് ചിക്കനിലേക്ക് ഒന്ന് പിടിച്ച് ഒന്ന് കുറുകി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വയ്ക്കാം. ദാണ്ട ചിക്കനൊക്കെ കുറുകി വരുന്നുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ കറിക്ക് കുറച്ച് ഇച്ചിരി എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും ഇത്തിരി ഗരം മസാലപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സാധനം വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. നമ്മൾ ഇറക്കി വെക്കുന്ന സമയത്ത് ഇത്തിരി കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇനി അടച്ചു വെച്ചാൽ മതി. അതാണ്ട് സൂപ്പർ ടേസ്റ്റിയായി നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. കപ്പയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഈ ചിക്കൻ കറി. ഇനി നമ്മളിത്തിരി ഒഴിച്ചു കറിയാണ് വെക്കുന്നത്, മുരിങ്ങയില കറിയാണ് വെക്കുന്നത്. ഇലയൊക്കെ പരന്നാണ്ട് പിച്ചി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അരയ്ക്കാനുള്ള തേങ്ങയും തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തേങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് ചേർക്കുന്നു. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, ജീരകം, ഇത്രയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. മുരിങ്ങയില ഒഴിച്ചു കറിക്ക് വേണ്ടിയുള്ള അരപ്പാണത്. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അരയാതിരിക്കരുത്, നല്ല രീതിയിൽ അരച്ച് കിട്ടണം. അപ്പോഴത്തേക്ക് നല്ല പാത്രം അടുപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. വറ്റൽമുളകും ചെറിയ ഉള്ളിയും അങ്ങനെ നമ്മുടെ കയ്യിൽ നമുക്ക് അറിയാമല്ലോ, എല്ലാവർക്കും കടുക് വറുക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. ചെറിയ ഉള്ളി ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം, ഉള്ളി ചേർക്കുന്നില്ലെങ്കിൽ വേണ്ട. വറ്റൽമുളകും കറിവേപ്പിലയും മാത്രം ഇട്ട് മൂപ്പിച്ചാൽ മതി. ഇവിടെ ഞാൻ ഇലക്കറി ആയതുകൊണ്ട് പ്രത്യേകിച്ച് കറിവേപ്പില ഇനി ഞാൻ ചേർക്കുന്നില്ല. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മുരിങ്ങയില പിച്ചി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കും. കഴുകി വൃത്തിയാക്കി മുരിങ്ങയില പിച്ചി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അതും കൂടെ ഇട്ട് കൊടുക്കണം. ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കറിവേപ്പില ചേർക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. വേണ്ട, മുരിങ്ങയില ഒരു പിടി മുരിങ്ങയില ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇച്ചിരി ഉപ്പൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. കളറ് പോകുന്നത് വരെ ഇട്ടങ്ങ് വേവിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് മുരിങ്ങയിലയ്ക്കൊന്ന് ആവി കയറിയാൽ മാത്രം മതി, മുരിങ്ങയില വെന്ത് കിട്ടും. നമ്മൾ വെറുതെ ഇട്ട് ഒരുപാട് വേവിച്ച് അതിൻ്റെ പോഷകങ്ങളൊന്നും നഷ്ടപ്പെടുത്തണ്ട. നമ്മുടെ ഇച്ചിരി ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്നടച്ച് വെച്ച് ഒരു 2-3 സെക്കൻഡ് കൊണ്ട് മുരിങ്ങയില വെന്ത് കിട്ടും കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം.
ഞാൻ നേരത്തെ കാണിച്ചല്ലോ അരപ്പിന് വേണ്ട സാധനങ്ങൾ. അത് നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ല മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്തോരം ഗ്രേവി വേണം എന്നതിനനുസരിച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത്, ഉപ്പില്ലെങ്കിൽ ഈ സമയം ഇച്ചിരി ഉപ്പൂടൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് കടുക് വറുക്കണ്ട. കടുക് വറുത്താണ് ഞാൻ മുരിങ്ങയില ഇട്ടത്. അതുകൊണ്ട് ഇനി ഞാൻ പ്രത്യേകിച്ച് കടുകൊന്നും വറുക്കുന്നില്ല. അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. തിളച്ച് പോകരുത്. തിളച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, പിരിഞ്ഞതുപോലെ ഇരിക്കും. അതുകൊണ്ട് ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ ചെറു തീയിലിട്ട് ചൂടാക്കിയെടുത്താൽ മതി. തേങ്ങയുടെയൊക്കെ പച്ചമണം മാറി കിട്ടണം, അല്ലാതെ ചൂടാവാതിരിക്കരുത്. അതുകൊണ്ട് തേങ്ങയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുത്താൽ നമ്മുടെ മുരിങ്ങയില കറി ഇവിടെ റെഡിയാണ്. ഇനി ഞാനൊരു കപ്പയ്ക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഒഴിച്ചു കറി വയ്ക്കാം. നമുക്കിന്ന് ചക്കയോ ചീനിയോ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊരു കപ്പയ്ക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് മെഴുക്കുവരട്ടി വയ്ക്കാം. കപ്പയ്ക്ക അരിഞ്ഞ് അതിലേക്ക് സവാളയും പച്ചമുളകും ഉപ്പുമൊക്കെ ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ച് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. വേകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ മഞ്ഞപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കപ്പയ്ക്ക മെഴുക്ക് വരട്ടി ഇവിടെ റെഡിയാണ്. കപ്പയ്ക്ക എന്നും പപ്പായ എന്നും ഒക്കെ ആൾ പറയും, കർമൂസ എന്നൊക്കെ പറയും. നമ്മൾ കപ്പയ്ക്ക എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കപ്പയ്ക്ക എന്ന് പറഞ്ഞത്. പപ്പായ എന്നോ കർമൂസ എന്നൊക്കെ ആൾക്കാർ പറയുന്നതാണ്. അതെന്താണ്ട് റെഡിയായിരിപ്പുണ്ട്. ഇനി ഇത്തിരി സാമ്പാർ വയ്ക്കാമെന്ന് കരുതി. ചിക്കന് ഗ്രേവി ഇല്ലാതാണ് വെച്ചത്, കുറുകിയാണ് വെച്ചത്. അപ്പോൾ ഇത്തിരി സാമ്പാറോട് ഇരിക്കട്ടെ എന്ന് കരുതി പച്ചക്കറിയെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ എടുക്കാൻ നമുക്ക്. എന്തൊക്കെ പച്ചക്കറിയാണോ നമ്മുടെ കയ്യിലുള്ളത് അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ സാമ്പാർ പരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വേവുന്നതാണ് സാമ്പാർ പരിപ്പ്. ഒറ്റ വിസിലടിച്ചാൽ മതി, പച്ചക്കറിയും വേവും അതുപോലെ തന്നെ സാമ്പാർ പരിപ്പും വേവും. അതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ച് ഇട്ട് കൊടുത്തത്. അതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ വെന്ത് കിട്ടും. അപ്പോഴത്തേക്കും നമുക്കതിലേക്ക് വേണ്ട വറവിടാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. എന്നാലും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഇട്ട് മൂപ്പിച്ചു. എന്നിട്ട് അതിലേക്ക് ഒരു 2 വെണ്ടയ്ക്കയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവിച്ചപ്പോൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടില്ല. അത് അളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടില്ല. എന്താണ്ട് ആ എണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് സാമ്പാറിന് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാമ്പാർ പൊടി ചേർക്കില്ല. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് സാമ്പാർ പൊടിയൊന്നും ചേർത്ത് നമ്മൾ സാമ്പാർ അങ്ങനെ വെക്കാറില്ല. നമ്മുടെ വീട്ടിലുള്ള നമ്മൾ കഴുകി ഉണക്കി പൊടിച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെയാണ് അതിലേക്കെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടി നമുക്കിപ്പോൾ ഉണക്കി പൊടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കടയിൽ നിന്ന് മേടിച്ച കായപ്പൊടിയാണ് കേട്ടോ ചേർത്തത്. കഷ്ണം കായമാണെങ്കിൽ നമ്മൾ ആ കുക്കറിൽ പച്ചക്കറി വേവിച്ച സമയത്ത് ഒരു കഷ്ണം ഇട്ട് കൊടുത്ത് വേവിച്ചാൽ മതി. എൻ്റെ കയ്യിൽ പൊടി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ വറവിട്ടപ്പം ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒറ്റ വിസിൽ കേട്ടപ്പോഴേ എൻ്റെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പരിപ്പും ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതും അതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മല്ലിയില ഉണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല. സാമ്പാർ ചീര അല്ലെങ്കിൽ മല്ലിയില ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ സാമ്പാറിന് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ. ചിക്കൻ കറിയുണ്ട്, കറിയല്ല റോസ്റ്റ് പോലെ ഇരിക്കുന്നത്. പിന്നെ കപ്പയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ മുരിങ്ങയില കറി, പിന്നെ ഇത്തിരി സാമ്പാർ. ഇനി നമുക്കത് പാത്രത്തിലേക്ക് വിളമ്പാം. ഇന്നൊരു ഭംഗിയാവട്ടെ എന്ന് കരുതി ഞാൻ ഒരു ഇലയിലേക്കാണ് പാത്രത്തിലൊരു ഇല മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുക്കാം. ഒരു ഭംഗി കാണുമല്ലോ, അതിനു വേണ്ടി മാത്രമാണ് ചെയ്തത് കേട്ടോ. അതിലേക്ക് കണ്ട ചിക്കൻ കറിയല്ല, ഒരു റോസ്റ്റ് പോലെയാണ് ഇരിക്കുന്നത്, ഗ്രേവി ഇല്ല. കുറച്ച് ചിക്കൻ്റെ കറി വെച്ച് കൊടുക്കാം. ചിക്കൻ റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കപ്പയ്ക്ക മെഴുക്കുവരട്ടിയാണ് വെച്ചത്, അതും അതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ സാമ്പാറും ഇത്തിരി കുറുകിയിട്ടുണ്ട് കേട്ടോ. തണുക്കുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ ചൂടോടെ ഇരിക്കുമ്പോൾ മാത്രമേ ഇത്തിരി ഗ്രേവി കാണും. അത് തണുത്ത് കഴിഞ്ഞാൽ എപ്പോഴും കുറുകിയിരിക്കും. സാമ്പാറും അതുപോലെ തന്നെ ചിക്കൻ ഇച്ചിരി ഗ്രേവിയോട് വെച്ചാലും പാത്രത്തിലിരുന്ന് ആ ചൂടിൽ കുറച്ചുകൂടിരുന്ന് വറ്റിപ്പോകും. അപ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള വെള്ളത്തിൽ വേണം, കണക്കാക്കി വേണം തീ ഓഫ് ചെയ്യാൻ. ഇവിടെ വലിയ വെള്ളത്തോടെ എല്ലാം വേണ്ട. അതുകൊണ്ടാണ് സാമ്പാറും ഇത്തിരി കുറുകിയിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് സാമ്പാറും വെച്ച് കൊടുത്ത് പിന്നെ മുരിങ്ങയില കറിയും. അപ്പോൾ എൻ്റെ ഉച്ചയൂണിന്ന് റെഡിയാണ് കേട്ടോ. അപ്പോൾ
അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ.